മൊഡ്യൂൾ 2-ൽ തന്നെയുള്ള യൂണിറ്റ് 4-നകത്തുനിന്ന് ന്യൂ കോക്ക് എ ക്ലാസിക് ബ്രാൻഡിംഗ് കേസ് സ്റ്റഡി ഓൺ എ മേജർ പ്രോഡക്റ്റ് ചേഞ്ച് ഫെയിലിയർ. ആ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ആർട്ടിക്കിളിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ കോക്ക് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് ഫെയിലായി. സോ അതെങ്ങനെ ഫെയിലായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആർട്ടിക്കിളിനകത്ത് നോക്കുന്നത്. ന്യൂ കോക്ക് കോൺട്രവേഴ്സിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് 1985 കൊക്കക്കോള കമ്പനിയാണ് അത് ലോഞ്ച് ചെയ്തത്, ന്യൂ കോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ അത് എന്താ പറയുക ഇവരിത് തുടങ്ങിയപ്പോൾ അതായത് കൊക്കക്കോള കമ്പനി ഇത് തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഈ ന്യൂ കോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെപ്സിക്കെതിരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഗോളെന്ന് പറയുന്നത്. പക്ഷേ കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മാസീവായിട്ടുള്ളൊരു ബാക്ക്ലാഷാണ് ഇവർക്ക് കിട്ടിയത്. ഓക്കെ, മാർക്കറ്റിംഗ് മൂവ്സിനൊക്കെ എതിരെ ഒരു വല്ലാത്തൊരിതായിരുന്നു അവർക്ക് കിട്ടിയത്. അപ്പോൾ ഒറിജിനൽ കൊക്കക്കോള ഫോർമുല അവസാനം കൊണ്ടുവരേണ്ടി വന്നു ഇവർക്ക്, ഈ കമ്പനിക്ക്. അപ്പം ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ കൊക്കക്കോള ഒരു ഡോമിനൻറ്റ് ഗ്ലോബൽ ബ്രാൻഡായിട്ട് 19th സെഞ്ച്വറി ഓൺവേർഡ്സ് നിൽക്കുന്നുണ്ട്. പക്ഷേ 1970s and 1980s ഒക്കെ ആയപ്പോൾ പെപ്സി കുറച്ചും കൂടെ സ്ട്രോങ് കോമ്പറ്റീറ്ററായിട്ട് മാറി. അപ്പോൾ അവനെ പെപ്സി ജനറേഷൻ അല്ലെങ്കിൽ പെപ്സി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ പെപ്സിക്കാർ ഇറക്കി. ഈ ക്യാമ്പയിൻസ് എല്ലാം എന്താണ് സജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് പെപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റർ ടേസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ഇവർ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. ആസ് എ റിസൾട്ട് കൊക്കക്കോളയ്ക്ക് മാർക്കറ്റ് ഷെയർ ലൂസ് ചെയ്യാൻ തുടങ്ങി, അവരുടെ ബ്രാൻഡ് ലോയൽറ്റിയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൊക്കക്കോളയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ലീഡറായിട്ട് കോള ഇൻഡസ്ട്രിയിൽ ഇവർക്ക് തന്നെ നിൽക്കണം. അപ്പോൾ സ്ട്രോങ് അഡ്വർടൈസിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഉണ്ടെങ്കിൽ പോലും കമ്പനിക്ക് അതിൻ്റെ ലോയൽ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എക്സിക്യൂട്ടീവ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ വിചാരിച്ചു പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ് എന്താണ്, അതിൻ്റെ ടേസ്റ്റോ അത് വലിയ പ്രശ്നമായി കാണും അല്ലെങ്കിൽ അതിനുള്ള കുഴപ്പമായിരിക്കുമെന്ന് എക്സിക്യൂട്ടീവ്സ് ബിലീവ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് സജസ്റ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി സ്വീറ്റ് ഫ്ലേവർ ആയിട്ടുള്ളതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ കൊക്കക്കോളയെ ഒന്നും കൂടി റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവായിട്ട് ടേസ്റ്റ് ടെസ്റ്റുകൾ നടത്തി. ഈ തൗസൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിഫറെൻറ്റ് സിറ്റീസൊക്കെ ചൂസ് ചെയ്ത് കൊക്കക്കോളയ്ക്ക് ടേസ്റ്റ് ടെസ്റ്റുകൾ നടത്താൻ തുടങ്ങി. അപ്പം ഒരുപാട് പാർട്ടിസിപ്പൻസ് പ്രിഫർ ചെയ്തത് ന്യൂ ഫോർമുലയായിരുന്നു, പഴയ ഒറിജിനൽ ടേസ്റ്റിനെക്കാട്ടിലും. ഹൗഎവർ റിസർച്ച് റിവീൽ ചെയ്ത് എന്താണ്, ലോയലായിട്ടുള്ള കൊക്കക്കോള ഡ്രിങ്കേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് പഴയ ടേസ്റ്റ് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇവർ ഈ ടെസ്റ്റ് നടത്തിയപ്പം ലാർജ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒറിജിനൽ ഡ്രിങ്കിനായിരുന്നു കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, സോ ഒറിജിനൽ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതായത് ടേസ്റ്റ് ടെസ്റ്റിന് അവർക്ക് കിട്ടിയതും ഇല്ല, ലോയൽ കസ്റ്റമേഴ്സിനെ അല്ല അവർക്ക് കിട്ടിയതും. സോ ഇവരെന്തോ വിചാരിച്ചു, പഴയ ഫോർമുല എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, കളഞ്ഞിട്ട് പുതിയ ഫോർമുലയായിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങി. ഏപ്രിൽ 1985 കൊക്കക്കോള ഒഫീഷ്യലി എന്ത് ചെയ്തു, പുതിയ ഫോർമുല വെച്ച് ന്യൂ കോക്ക് എന്നും പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഡ്രിങ്ക്. ഈ പ്രോഡക്റ്റ് ഹെവിലി പ്രൊമോട്ട് ചെയ്തു. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ബിൽ കോസ്ബി ഒക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, എന്ത് ചെയ്തത്, അഡ്വർടൈസിങ് നടത്തിയത്, ക്യാമ്പയിൻ നടത്തിയത്. പാക്കേജിനെ റീഡിസൈൻ ചെയ്തു. പിന്നെ പുതിയ ഫോർമുല കുറച്ചും കൂടി ബെറ്റർ ടേസ്റ്റിംഗ് വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇറക്കുകയും ചെയ്തു അഡ്വർടൈസ്മെൻറ്റ്സിൽ. അങ്ങനെ ഈ കമ്പനി ഒരു ഔട്ട് പെർഫോമൻസ് ആണ് ഇവർ വിചാരിച്ചത്. കാരണം പെപ്സിയൊക്കെ മാറ്റും, പെപ്സിയൊക്കെ തള്ളിക്കളയും എന്നൊക്കെ വിചാരിച്ചാണ് ഇറക്കിയത്. അപ്പോൾ ഈ ലോഞ്ച് ഇമ്മീഡിയറ്റ്ലി ഒരു സ്ട്രോങ് നെഗറ്റീവ് റെസ്പോൺസാണ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. ലോയൽ കസ്റ്റമേഴ്സിനൊക്കെ എന്ത് ചെയ്യാണ്, ഒറിജിനൽ ഫോർമുലയായിരുന്നു ഇഷ്ടം, അവർക്ക് ഇതൊരു തിരിച്ചടിയായിപ്പോയി. അങ്ങനെ പബ്ലിക് റിയാക്ഷനും പ്രൊട്ടസ്റ്റും കംപ്ലയിൻസും ഒക്കെ കിട്ടാൻ തുടങ്ങി. കമ്പനിക്ക് ഒരുപാട് കംപ്ലയിനിങ് ഫോൺ കോൾസ് വന്നു. അങ്ങനെ ബാക്ക്ലാഷ് വളരെ ഇൻറ്റൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ന്യൂ കോക്ക് എന്ന് പറഞ്ഞ സംഭവം മാർക്കറ്റിംഗ് ഫെയിലിയറായിട്ട് മാറിയത്. ഇമോഷണൽ ബാക്ക്ലാഷും ഉണ്ടായിരുന്നു. അപ്പം സെയിൽ ടെസ്റ്റും ടേസ്റ്റ് ടെസ്റ്റും ഒക്കെ കാണിച്ചതെന്ന് വെച്ചാൽ ന്യൂ കോക്ക് പെർഫോംഡ് വെല്ലെന്നാണെങ്കിൽ പോലും കൺസ്യൂമേഴ്സിന് ആക്ച്വലി ഇനിഷ്യൽ, അതായത് ഒറിജിനൽ ടേസ്റ്റ് ആയിരുന്നു ഇഷ്ടം. അപ്പം ഒറിജിനൽ കോക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തപ്പോൾ, മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തപ്പോഴാണ് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയത്. അങ്ങനെ കൺസ്യൂമറിൻ്റെ കംപ്ലയിൻസ് കൂടി, സെയിൽസ് ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫസ്റ്റ് ടേസ്റ്റിന് ഒറിജിനൽ ടേസ്റ്റിനായിരുന്നു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുത്തത്. അങ്ങനെ 79 days ചെയ്തപ്പോഴത്തേക്കും കൊക്കക്കോള പിന്നെയും എന്ത് ചെയ്തു, ഒറിജിനൽ ഫോർമുല റീഇൻട്രൊഡ്യൂസ് ചെയ്തു, കൊക്കക്കോള ക്ലാസിക് എന്നും പറഞ്ഞു.
അങ്ങനെ കൺസ്യൂമേഴ്സൊക്കെ ഇതിനെ വൈഡ്ലി സെലിബ്രേറ്റ് ചെയ്തു. കമ്പനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒറിജിനൽ ഫോർമുല തന്നെ ഡോമിനൻ്റ് ആയിട്ട് നിന്നു. സോ അവർ ആളുകളുടെ ഇമോഷണൽ കണക്ഷനെ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അത് അവർക്ക് മനസ്സിലായി. അങ്ങനെ ന്യൂ കോക്ക് എന്ന് പറഞ്ഞ സംഭവം ഫോർ ഫ്യൂ ഇയേഴ്സ് കുറച്ച് ലിമിറ്റഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പോപ്പുലാരിറ്റി കിട്ടിയില്ല. പിന്നീട് അതിനെ കോക്ക് 2 എന്ന് പറഞ്ഞ് COKE കോക്ക് 2 എന്നും പറഞ്ഞ് 1992 റീബ്രാൻഡ് ചെയ്ത് അവർ വീണ്ടും ഇറക്കി. പക്ഷേ വീണ്ടും 2002 അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം കൺസ്യൂമേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പുവർ സെയിൽസ് ആയിരുന്നു. സോ അതിൻ്റെ ഫെയിലിയർ ഉണ്ടെങ്കിലും അതൊരു കൾച്ചറൽ റെഫറൻസ് ആയിട്ട് അതിപ്പോഴും കിടപ്പുണ്ട്, ആ ന്യൂ കോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഡ്രിങ്ക് ബ്രാൻഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങിനുമുള്ള നമുക്ക് കുറച്ച് കീ ലെസൺസ് ആണ് ഇത് പറയുന്നത്. സ്ട്രോങ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെറിറ്റേജും ഐഡൻറ്റിറ്റി അവർ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. ഇമോഷണൽ കണക്ഷൻ ഭയങ്കരമായിട്ട് ആളുകൾക്ക്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഇമോഷണൽ കണക്ഷൻ ഒരു പ്രോഡക്റ്റിനോട് അവർക്ക് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യും. സോ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ബ്രാൻഡിൻ്റെ കോർ എക്സ്പ്രഷൻ, നോട്ട് എ കമ്മോഡിറ്റി അല്ല. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോയൽറ്റിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് കൊക്കക്കോള കമ്പനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം സക്സസ് ഒരിക്കലും ലോങ് ടേം അക്സെപ്റ്റൻസിന് ഗ്യാരൻറ്റി അല്ല. അപ്പോൾ ന്യൂ കോക്ക് ആദ്യമേ ഇറക്കിയപ്പോൾ ആളുകൾ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ പിന്നീടാണ് അവർ ഭയങ്കര പ്രശ്നമായി മാറിയത്, അല്ലേ? സോ മാർക്കറ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് കൂടി നമ്മൾ നോക്കണം. അല്ലാതെ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നമ്മൾ നോക്കരുത്. ഓക്കെ.